ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ റനാൻജ് മഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും എങ്ങനെയുണ്ട്? സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? അത്യാവശ്യം പഠിപ്പിച്ചിട്ടൊക്കെ ആയിട്ടുണ്ടാവല്ലേ? ഇപ്പൊ എന്റെ അനിയത്തിക്കും അത്യാവശ്യം ആയിട്ടുണ്ട്. ജൂൺ കഴിയാറായില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ അപ്ഡേഷനൊക്കെ കമന്റിൽ അറിയിക്കുക. പിന്നെ കുറെ പേരൊക്കെ എന്റെ അടുത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരൊക്കെ ഓരോ വീഡിയോസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവരുടെ ക്ലാസ്സിൽ ഓരോ ടിപ്സ് ഒക്കെ പറയാന്ന് വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ എന്റെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 8th-ലാണെങ്കിലും 9th-ലാണെങ്കിലൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓൾഡ് വീഡിയോസ് എടുത്ത് നോക്കാം കേട്ടോ. അപ്പൊ അതൊന്നും കൂടി എഫക്റ്റീവ് ആയിരിക്കും ഞാൻ ഇപ്പൊ പറയുന്നതിനേക്കാളും. പിന്നെ നിങ്ങളിപ്പോ ഈ വീഡിയോ കാണാൻ വന്നതും എന്റെ തമ്മിലൊക്കെ കണ്ടിട്ടായിരിക്കും ഞാൻ സ്റ്റഡി വീഡിയോസ് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒക്കെ ഞാൻ പറയാം. അപ്പം ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഞാൻ +2 ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് കോളേജിലോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പ്ലാൻ എന്താന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഓൾറെഡി അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. പിന്നെ ഇപ്പം കോളേജിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ അതിനു മുമ്പ് നമുക്കറിയാം, +1 +2 തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ടായി. ഇനി +2 കഴിഞ്ഞ് കോളേജിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഇനിയും പഠിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, സമയമൊന്നും ഉണ്ടാകില്ല അങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ സ്റ്റഡി വീഡിയോസിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഷോർട്സിലോ അല്ലെങ്കിൽ റീൽസിലോ ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ട് നിങ്ങൾ ചോദിക്കുന്ന പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പല അപ്ലോഡ് ചെയ്ത, ഇപ്പൊ അടുത്ത് തന്നെ, പണ്ടൊന്നുമല്ല, ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത പല വീഡിയോസിലും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കാഞ്ഞിട്ടായിരിക്കും വീണ്ടും വന്ന് അതേ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ എഫേർട്ട് എടുത്ത് വീണ്ടും അത് വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഒന്നുകൂടെ ചെയ്യാത്തത്. പിന്നെ കുറെ പേര് കണ്ടവർക്കാണെങ്കിൽ ബോറും അടിക്കും. അപ്പൊ നിങ്ങൾ ശരിക്കും നോക്കാം എന്റെ ചാനലിൽ വന്നിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റഡി വീഡിയോസിന് നിങ്ങളിപ്പം നോക്കുകയാണെങ്കിൽ തന്നെ യൂട്യൂബിൽ ഒരുപാടുണ്ട് ഇങ്ങനത്തെ സ്റ്റഡി വീഡിയോസ് ഒക്കെ, പലരും ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കുറിച്ച് നിങ്ങൾക്ക് ടിപ്സ് അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കിട്ടും. ഇനിയിപ്പോ നിങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ കുറെ നേരം നിൽക്കുന്നത് അത്രയും നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡൗട്ട്സ് വരുമ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കാന്നല്ലാണ്ട് കുറെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമും അല്ലല്ലോ നമ്മുടെ മെയിൻ. നമ്മുടെ ഇതന്നെ പഠിക്കുക, നല്ല ലക്ഷ്യത്തിലോട്ട് എത്തുക, അങ്ങനെയുള്ളൊരിതായിരിക്കണം നമ്മുടെ എയിം. അപ്പൊ ഇതിൽ നമ്മൾ കുറെ ടൈം വേസ്റ്റ് ചെയ്യാനും പാടില്ല. അപ്പൊ ഞാന് അങ്ങനെ മെയിൻ പറയാനുള്ള കാരണം ഇതാണ്. എനിക്കിപ്പോ ഇനി കോളേജിലൊക്കെ പോവാണ്. അപ്പം എന്തായാലും കുറെ വീഡിയോസ് ചെയ്യാൻ അങ്ങനെ ടൈം ഉണ്ടാകില്ല. പിന്നെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ മുമ്പ് ചെയ്തതും ഉണ്ട്. അപ്പൊ ഞാൻ എന്റർടൈൻമെന്റ് ഒക്കെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചാനലിൽ ചെയ്യായിരിക്കും എപ്പോഴെങ്കിലൊക്കെ. അല്ലാതെ എനിക്ക് സ്റ്റഡീസിന്റെ അങ്ങനെ ചെയ്യാൻ ടൈം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10K എബോവ്, ഇപ്പൊ എനിക്കറിയാം 5 lakh എബോവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ ഒരു 10K എബോവ് എങ്കിലും വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും നോക്കുന്നില്ല സ്റ്റഡി വീഡിയോസ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമാണ് നോക്കുന്നത്, എന്നിട്ട് ചിലത് നോക്കില്ല. അപ്പൊ നിങ്ങൾ കമന്റ്സിൽ ഇങ്ങനെ വന്ന് ചോദിക്കുക. അപ്പൊ അത് ഞാൻ ഓൾറെഡി ചെയ്തതായിരിക്കും. അപ്പൊ പലരും പല രീതിയിലാണ് നോക്കുന്നത്. ചിലരിപ്പോ എന്റെ എന്തെങ്കിലും റിസൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് അത് മാത്രം നോക്കും, അതിന്റെ താഴെ ചോദിക്കും, പിന്നെ സ്റ്റഡി വീഡിയോസ് നോക്കില്ല. അപ്പൊ അങ്ങനെ പലതരത്തിലാണ് വരുന്നത്. അപ്പൊ നമുക്കും ഒരു ബോറടിക്കുമല്ലോ. നമുക്കും ആ ഒരു കറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്ത് പോകുന്ന ആ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഞാൻ ചെയ്യും വീഡിയോസ്, അതായത് എനിക്ക് കോളേജിന്റെ അപ്ഡേഷൻസ്, കോളേജിൽ കയറി കഴിഞ്ഞാലുള്ള വീഡിയോസ്, അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റഡീസിന്റെ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ അടുത്ത് പലരും +1 +2 പോകുന്നവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമെന്ന് അത് വീണ്ടും ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ലാസ്റ്റ് ചെയ്ത് മാത്സ് എങ്ങനെ പഠിച്ചു, മാത്സിൽ എങ്ങനെ ഫുൾ മാർക്ക് ഈ വർഷം നേടി, പിന്നെ ടഫ് ആയിരുന്നല്ലോ ഫിസിക്സും കെമിസ്ട്രി, എന്നിട്ട് എങ്ങനെ ഫുൾ മാർക്ക് കിട്ടി, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്ത ഒരു 3 വീഡിയോസ് നിങ്ങൾ നോക്കാം. +1 +2 പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ 3 പാർട്ടായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഉപയോഗിച്ച ബുക്സ് ഏതാ, ഞാൻ എന്തൊക്കെയാ റെഫർ ചെയ്ത്, അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ പഠിച്ചു, എങ്ങനെ ടഫായിട്ട് എനിക്ക് മാർക്ക് കിട്ടിയെന്നും ഞാൻ പറയുന്നുണ്ട്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, റെന നീറ്റാണോ, കീമാണോ, ചെയ്യാണോ, ഇത് വീണ്ടും ചോദിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യാണോ. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിക്കും വീഡിയോസ് കാണാം, ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് വീണ്ടും ചോദിക്കാതെ കണ്ടു നോക്കുക. ഇനി മറ്റുള്ള ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കാം. ബാക്കിയുള്ള ക്ലാസ്സുകാരൊക്കെ ഇത് കണ്ടപ്പോൾ ചോദിക്കുന്നത്, അപ്പൊ ഞാൻ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് കുറെ പേര്, ഞാനിപ്പം റീസെന്റ് ആയിട്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്തപ്പോഴും അപ്പം ചോദിച്ച കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. യൂട്യൂബും സ്റ്റഡീസും എങ്ങനെ മാനേജ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ
ഞാൻ 8th സ്റ്റാൻഡേർഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാനിപ്പം എന്റെ എല്ലാ കാര്യങ്ങളും ക്യാമറ എഡിറ്റിംഗ് അങ്ങനത്തെ എല്ലാം ഇപ്പം ഷൂട്ട് ചെയ്യുന്ന എല്ലാം എന്റെ ഉമ്മ തന്നെയാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഉമ്മയുടെ ഹെൽപ്പും കൂടെ ഉണ്ടായിരുന്നു. ഏൺ ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ കൂടെ സ്റ്റഡീസ് ഒക്കെ ഒന്നിച്ച് തന്നെ മാനേജ് ചെയ്ത് പോയി. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഉമ്മയുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം വർക്ക് ചെയ്യുന്നൊക്കെ എന്റെ ഉമ്മയാണ്. അപ്പം വീഡിയോക്ക് വേണ്ട കണ്ടന്റ് ഒക്കെ ഞാൻ പറയും, ഞാൻ ഇതൊക്കെ ചെയ്യും. അതിനുശേഷം ബാക്കി എഡിറ്റിംഗ് അപ്ലോഡിംഗ് ഒക്കെ ഉമ്മയാണ്. കാരണം നിങ്ങൾക്കും അറിയാമല്ലോ, നമുക്കിപ്പോൾ +2 ആയിക്കഴിഞ്ഞാൽ +2 എന്നല്ല എല്ലാത്തിനും നമ്മുടെ സ്റ്റഡീസ് എല്ലാം നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉമ്മ ചെയ്യാറാണ്. ഇനി വീട്ടിലാണെങ്കിലും അങ്ങനെ പണിയെടുക്കാനും അങ്ങനത്തെ ഒരു ഇതാക്കിയിട്ട് ഉമ്മ പറയാറില്ല, പഠിച്ചോളൂ തന്നെയാണ് പറയാറ്. അതിനുശേഷം ബാക്കി ഉണ്ടാവുന്ന കുറച്ച് സമയത്ത് നീ എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്തോളൂ എന്നൊക്കെയാണ് ഉമ്മ പറയാറ്. അപ്പൊ അങ്ങനെ ഒരു പ്രഷറൈസ് ഒന്നും ചെയ്തിട്ടില്ല എന്നെ. എല്ലാ രീതിയിലും അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് ഞാൻ കൂടെ പഠിച്ചതും ഇതൊക്കെ മാനേജ് ചെയ്ത് പോയത്. അങ്ങനെയാണ്, ഉമ്മയുടെ സപ്പോർട്ടും കൂടെയാണ്. റീൽസ് ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് എന്റെ ഉമ്മ തന്നെയാണ്. അതൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യാറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇത് മാനേജ് ചെയ്ത് പോയത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതന്നെയാണ്, നിങ്ങളിപ്പം ഏത് ക്ലാസ്സിലുള്ളവരാണെങ്കിലും മാക്സിമം യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ സ്റ്റഡീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് +1 +2 ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10th ഒക്കെ ആണെങ്കിൽ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. നല്ല രീതിക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ എപ്പോഴും നല്ലൊരു ഇതോടുകൂടി തന്നെ പഠിക്കാനൊക്കെ തുടങ്ങുക. പിന്നെ അതുപോലെ ക്ലാസ് റൂമിലും നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. പിന്നെ മാത്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ഭയങ്കര ടെൻഷൻ അടിച്ച് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്സ് ശരിക്കും മനസ്സിലാക്കാണ്ടാണ് ഫസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ടഫ് ഉണ്ടായത്. ഏറ്റവും ടഫ് എന്ന് എല്ലാവരും പറയുന്ന +2ലാണ് എനിക്ക് മാത്സ് ഏറ്റവും ഇഷ്ടമായത്, ഏറ്റവും മാർക്ക് നല്ല രീതിക്ക് കിട്ടിയതും. അപ്പൊ അതുകൊണ്ട് തന്നെ +1 +2ലെ മാത്സ് ഒക്കെ ടഫാന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല രീതിക്ക് ചെയ്ത് പഠിക്കണം എന്ന് മാത്രം. പിന്നെ ഇംഗ്ലീഷിലെ കുറെ +1-കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുക, അത്യാവശ്യം നോട്ട്ബുക്കിൽ നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് മാർക്സ് എന്തായാലും നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടൈം മാനേജ് ചെയ്യാനും കൂടെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ചിലപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ചിലപ്പോൾ വലിയ മാർക്കൊന്നും തരില്ല. ഇപ്പൊ എന്റെ ഇംഗ്ലീഷ് ടീച്ചറൊക്കെ പോലെ ചിലപ്പോൾ അവർ സ്കൂൾ നിങ്ങൾക്ക് എത്ര എഴുതിയാലും മാർക്ക് തരില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് മാർക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യും വെറുതെ. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബോർഡ് എക്സാമിന് നിങ്ങൾ നല്ലൊരു ടീച്ചറിന്റെ കയ്യിൽ പേപ്പർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്സ് കിട്ടും ഫൈനൽ എക്സാമിന്. നിങ്ങൾ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക കൂടി ചെയ്താൽ മതി. അത്രയാണ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് ഇതുപോലെ തന്നെയാണ്. മെയിൻ ആയിട്ട് ഇപ്പം നിങ്ങൾ +1 +2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യാനൊക്കെ തയ്യാറാകണം. ഫുൾ ടൈം എന്റർടൈൻമെന്റും ഫുൾ ടൈം ഉഴപ്പി സ്കൂളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നടക്കാന്ന് വെച്ചാൽ ഈ മാർക്കൊന്നും സ്കോർ ചെയ്യാന്നുള്ളത് സാധ്യമല്ല. നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല പൊസിഷനിലൊക്കെ എത്താൻ പറ്റും. അല്ല, +2 കഴിയുമ്പോൾ തന്നെ പൊസിഷനിൽ എത്താൻ പറ്റുന്നില്ല. +2 കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രൗഡ് മൊമെന്റ് ഒക്കെ അതൊക്കെ എപ്പോഴും നമുക്ക് ആലോചിച്ചിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരും മാക്സിമം ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.